ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ക്ലാസ് 36, പേജ് നമ്പർ 31. നഅം എങ്കിലും ലൗ ശക്ക ഫിൽ ഖാരിജി, ഒരാളിൽ നിന്ന് പുറപ്പെട്ട വസ്തുവിൽ ഒരാൾ സംശയിച്ചാൽ, മനീൻ്റെ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അടയാളങ്ങൾ ഇല്ലാതിരുന്നാൽ കുളിക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്നല്ല, ഹറാമാണ്. ഇതാണ് ഇന്നലെ പറഞ്ഞത്. ഇനി പറയാണ്, പുറപ്പെട്ട ഒരു വസ്തുവിനെ പറ്റി ഒരാൾ സംശയിച്ചാൽ, ആ മനിയുൻ ഹുവ, അത് മനിയാണോ, അം മതിയുൻ, അതല്ല മതിയാണോ. മനിയ് എന്നുള്ളത് കുളി നിർബന്ധമാകണ കാര്യം. മതിയ് എന്ന് പറഞ്ഞത് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദ്രാവകം. അത് പുറപ്പെട്ടാൽ കുളിക്കൊന്നും വേണ്ട, പക്ഷെ ആ സാധനം നജസാണ്, അത് കഴുകിക്കളയണം. അത് വെച്ചോണ്ട് നിസ്കരിച്ചാൽ നജസ് പേറി നിസ്കരിക്കുന്നവനായി മാറും. അപ്പം ശരിയാവില്ല, കുളിക്കൊന്നും വേണ്ട. അപ്പം ഇത് മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചാൽ തഹയ്യറ, അവന് ഇഷ്ടം പ്രവർത്തിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫൈൻ ഷാ, അവൻ ഉദ്ദേശിച്ചാൽ ജഅലഹു, ആ വസ്തുവിനെ അവന് ആക്കാം, തീരുമാനിക്കാം. മനിയൻ, മനിയാണെന്ന് തീരുമാനിക്കാം ഈ പുറപ്പെട്ടത്. വഖത്തസല, അപ്പോൾ അവൻ കുളിക്കേണ്ടി വരും. വൈൻ ഷാ, അവൻ ഉദ്ദേശിച്ചാൽ ജഅലഹു മദിയൻ, അതിനെ മദിയാണ് എന്ന് തീരുമാനിക്കാം. വഗസലഹു, അതിനെ കഴുകിക്കളയണം. വതവല്ല, എന്നിട്ട് വുളു ചെയ്തിട്ട് നിസ്കരിക്കണം. അപ്പോൾ ഇഷ്ടം പ്രവർത്തിക്കാം എന്ന് പറയുന്നത്, കാരണം ഇവിടെ കറക്റ്റ് ഉണ്ടായേക്കുന്നത് ശക്കാണ്. ശക്ക് എന്ന് പറഞ്ഞാൽ സംശയമാണ്. ഒരു 50% വീതമുള്ള കാഴ്ചപ്പാടാണ് ഇവനുണ്ടായേക്കണത്. മനിയാണ് അല്ല മതിയാണ് എന്നുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മുൻതൂക്കം വരുന്നില്ല. അപ്പം പിന്നെ ഇവന് ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാം. വലൗ റഅ, ഇനി ഒരാൾ കണ്ടാൽ, മനിയൻ, മനിയ് കണ്ടു, ഫി സൗബിഹി, അവൻ്റെ വസ്ത്രത്തിൽ, ഔ ഫിറാഷിഹി, അല്ലെങ്കിൽ അവൻ്റെ വിരിപ്പിൽ, അവൻ ഉടുത്തിരിക്കുന്ന തുണിയിൽ അല്ലെങ്കിൽ അവൻ കിടന്ന വിരിപ്പിൽ മനിയ് കാണുന്നു. വലം യഹ്തമിൽ കൗനുഹു, അത് ആവാൻ സാധ്യത, അത് ആകൽ സാധ്യതയില്ല. മിൻ ഗൈരിഹി, വേറൊരാളിൽ നിന്ന് ആവൽ സാധ്യതയില്ല. വേറെ ഏതോ ഒരാളുടേത് ആവാൻ സാധ്യത ഉണ്ടോ? ഇല്ല, അങ്ങനെ സാധ്യതയില്ല. അപ്പം ഇവൻ്റേത് തന്നെയാണ് എങ്കിൽ ആദ, ഇയാൾ മടക്കി നിസ്കരിക്കേണ്ടതാണ്. ബഅദൽ ഗുസ്ലി, കുളിച്ചതിന് ശേഷം. അങ്ങനെ മനിയാണല്ലോ കണ്ടത്, മനിയാന്ന് ബോധ്യപ്പെട്ടു, കാരണം അടയാളം കൊണ്ട് വിഷയം സ്ഥിരപ്പെട്ടു. എങ്കിൽ ഇവൻ ചെയ്യേണ്ടത്, ഇവൻ കുളിച്ചതിന് ശേഷം മടക്കി നിസ്കരിക്കണം. കുല്ല സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങളെയും. ഏത് നിസ്കാരം? തയക്കനഹ, ആ നിസ്കാരത്തെ ഇവൻ ഉറപ്പിച്ചു. ബഅദഹു, ഈ മനിയ് പുറപ്പെട്ടതിൻ്റെ ശേഷമാണെന്ന് ഇവൻ ഉറപ്പിച്ച നിസ്കാരമുണ്ട്, അതിനെ അവൻ മടക്കണം. ഉജൂബൻ, നിർബന്ധമായിട്ട് മടക്കണം. ഇവന് ചില നിസ്കാരങ്ങളുടെ ശേഷമാണ് ഇത് കണ്ടത് എന്ന്. അതപ്പോൾ നമ്മൾ പറയണ ഉദാഹരണം, ഏതാനും ചില നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. ഏത്? ഈ വസ്ത്രം ധരിച്ചതിൻ്റെ ശേഷം, ഈ വിരിപ്പ് വിരിച്ചതിൻ്റെ ശേഷം, ഈ വസ്ത്രം ധരിച്ചതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം അലക്കി റെഡിയാക്കി എന്നിട്ടെടുത്ത് ധരിച്ചു. ആ ധരിച്ചതിൻ്റെ ശേഷം ചില നിസ്കാരങ്ങൾ കഴിഞ്ഞു, അതിന് ശേഷമാണ് പിന്നെ ഇത് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്നത്, ഉറപ്പായിട്ടും മനിയ് പുറപ്പെട്ടതിൻ്റെ ശേഷമുള്ള നിസ്കാരങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടാവും. അതിനെ നിർബന്ധമായിട്ടും മടക്കണം. ഓ കുല്ല സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങളെയും മടക്കണം. യഹ്തമല കൗനുഹ ബഅദഹു, ആ നിസ്കാരം മനിയ് പുറപ്പെട്ടതിൻ്റെ ശേഷമാവാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനത്തെ എല്ലാ നിസ്കാരത്തിനെയും മടക്കണം. നദ്ബൻ, സുന്നത്തായിട്ട്. അപ്പോൾ മനിയ് പുറപ്പെട്ടതിൻ്റെ ശേഷമാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറേ നിസ്കാരമുണ്ട്. ഉറപ്പില്ല, ഉറപ്പായിട്ടും മനിയിൻ്റെ ശേഷമെന്ന് പറയാൻ പറ്റൂല, സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരത്തെ അവൻ മടക്കൽ സുന്നത്താണ്. അതേസമയത്ത് ഉറപ്പായിട്ടും മനിയ് പുറപ്പെടലിൻ്റെ ശേഷമുള്ള നിസ്കാരമാണെന്ന് ഉറപ്പുണ്ട്, അങ്ങനത്തെ നിസ്കാരമുണ്ട്, അതിനെ മടക്കൽ നിർബന്ധമാണ്. ഒരു സാധാരണ ഒരു ഉദാഹരണം പറയാം. ഒരാൾ
ഒരു തുണി ഇവൻ ഉടുത്തു. ഇവൻ ഒരു തുണി ഉടുത്തു. ആ തുണി സുബഹി നിസ്കാരത്തിന് വേണ്ടി അവൻ ഒരുങ്ങിയപ്പോൾ, സുബഹി നിസ്കരിക്കുമ്പോൾ അതിനു വേണ്ടി ആദ്യമായിട്ട് അത് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അലക്കി തേച്ച് വെച്ചിരുന്നത്. അങ്ങനെ സുബഹി നിസ്കരിച്ചു. അതേ തുണി എടുത്ത് തന്നെ ഇവൻ ഏതും നിസ്കരിച്ചു, ലോഹറും നിസ്കരിച്ചു. ലോഹർ നിസ്കാരം കഴിഞ്ഞ് ഇവൻ ചോറ് കഴിക്കൽ, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇവൻ അല്പം കിടന്നുറങ്ങി. ഒരു ഉദാഹരണം പറയാം. എന്നിട്ട് പിന്നെ ഇവൻ എണീറ്റ് അസർ നിസ്കരിച്ചു. മഗ്രിബ്, ഇശാ, സുബഹൊക്കെ ഈ തുണിയിൽ തന്നെ നിസ്കരിച്ചു. അപ്പോൾ സുബഹിക്ക് ശേഷം സുബഹിയും നിസ്കരിച്ചു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് സുബഹി കഴിയുമ്പോൾ ഇവൻ ഈ പറയണ ഉടുത്ത തുണിയിൽ ഇവൻ മനിയ് കണ്ടു. ആ തുണി തന്നെ ഉടുത്താണ് ഇവൻ രാത്രിയിൽ ഇപ്പോൾ ഉറങ്ങിയതും, ഉച്ചക്ക് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയതും. അവിടെ സുബഹി കഴിഞ്ഞിട്ട് പിന്നെ മനിയ് കണ്ടു. അപ്പോൾ അവിടെ ഈ സുബഹി നിസ്കാരം ഉറപ്പായിട്ടും മനിയ് പുറപ്പെടലിൻ്റെ ശേഷമാണ് ഉറപ്പായി. കാരണം രണ്ടുറക്കാണ് ഈ തുണി ഉടുത്തതിന് ശേഷം ഇവനടുത്തുണ്ടായത്. ഒന്ന് ഉച്ചക്കുള്ളൊരു ഉറക്കവും പിന്നെ ഈ രാത്രിയിലെ ഉറക്കവും. അപ്പം രാത്രിയിലെ ഉറക്കത്തിലാണ് ഈ മനി പുറപ്പെട്ടത് എന്നുള്ളത് ഏതായാലും ഉറപ്പാണല്ലോ. ഒന്നുകിൽ ഉച്ചക്കത്തെ ഉറക്കത്തിനാവണം, അല്ലെങ്കിൽ രാത്രിയുടെ ഉറക്കത്തിനാണ്. ഏതെങ്കിലും ഒന്നിന് ഉറപ്പാണ്. രാത്രിയുടെ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നില്ല. കാരണം എന്താ, അത് കഴിഞ്ഞ് സുബഹിക്കാരം കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പം ഏതായാലും രാത്രിയിലെ ഉറക്കത്തിൻ്റെ ശേഷം നിസ്കരിച്ച സുബഹി നിസ്കാരം ഈ മനി പുറപ്പെട്ടതിൻ്റെ ശേഷമാണെന്ന് ഉറപ്പാണ്. എന്നാൽ ഉച്ചയുടെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള അസർ, മഗ്രിബ്, ഇശാ, അസർ, മഗ്രിബ്, ഇശാ 3 നിസ്കാരങ്ങൾ ഇത് മനി പുറപ്പെട്ടതിൻ്റെ ശേഷം ആവാനും സാധ്യതയുണ്ട്. കാരണം ഈ മനി പുറപ്പെടൽ ഉച്ചയുടെ ഉറക്കത്തിന് ആവാമല്ലോ, ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോഴല്ലെങ്കിൽ പിന്നെ രാത്രിയിലാണ്. അപ്പോൾ ഈ അസറും മഗ്രിബും ഇശാവും അവൻ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അതിന് ശേഷമുള്ള സുബഹി നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേസമയത്ത് അതിൻ്റെ മുമ്പ് ഇന്നലെ നിസ്കരിച്ച സുബഹിയും ലൊഹറും അത് ഒരു കാരണവശാലും ഈ പറയുന്ന തുണിയിൽ അന്നേരം മനിയ് ഇല്ല, അഥവാ മനി പുറപ്പെട്ടിട്ടല്ല ആ നിസ്കാരം നടത്തിയിട്ടുള്ളത്. കാരണം ഈ തുണി അവൻ ധരിച്ചത് സുബഹി നിസ്കരിക്കാൻ സമയത്താണ്. അലക്കി തേച്ചു വെച്ച തുണി എടുത്ത് ധരിച്ചത്. അപ്പോൾ ആ സമയത്ത് മനിയില്ലല്ലോ. അതിൻ്റെ ലൊഹറിന് മുമ്പ് ഉറങ്ങിയിട്ടുമില്ല. അപ്പം ലൊഹർ നിസ്കരിക്കുമ്പോഴും ഈ തുണിയിൽ മനിയില്ല. അപ്പോൾ അതുകൊണ്ട് സുബഹിയും ലൊഹറും മടക്കേണ്ട കാര്യമില്ല. ഇതാണിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം. ഫൈനഹത്തമല കൗനുഹു മിൻ ഗൈരിഹി. ഇനി ഈ മനിയ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് മസ്അല, ആദ്യം പറഞ്ഞ മസ്അല വലം യഹ്തമിൽ കൗനുഹു മിൻ ഗൈരിഹി, ഇത് വേറൊരാളിൽ നിന്നാവൽ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഫൈനഹത്തമല കൗനുഹു മിൻ ഗൈരിഹി, ഇവനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഇതാവാൻ സാധ്യത ഉണ്ട്. അപ്പം ഇവൻ കടന്ന വിരിപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരാൾ കടന്നിട്ടുണ്ട്. അപ്പം അയാളിൽ നിന്നുള്ളതും ആവാൻ സാധ്യതയുണ്ട്. എങ്കിൽ യുന്തബുലഹു, ഇവന് സുന്നത്താണ് അൽ ഗുസ്ലു, കുളിക്കൽ, വഇആദത്തു സ്വലാത്തി, നിസ്കാരം മടക്കലും, കദാലിക, മറ്റേ അപ്രകാരം നിസ്കാരം മടക്കുക എന്ന് പറഞ്ഞാൽ ഈ മനി പുറപ്പെട്ടതിൻ്റെ ശേഷമാവാൻ സാധ്യതയുള്ള നിസ്കാരം, മനി പുറപ്പെട്ടതിൻ്റെ ശേഷമാവാൻ സാധ്യതയുള്ള നിസ്കാരങ്ങളുണ്ടല്ലോ, ആ നിസ്കാരം ഇവൻ്റേതാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ആ പറയുന്ന നിസ്കാരങ്ങളെ മടക്കലും എന്തുണ്ട്, സുന്നത്താണ്. അപ്പോൾ അവിടെ നിർബന്ധമില്ല. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് ദുഖൂലു ഹഷ്ഫത്തിൻ ഫർജൻ, ഹഷ്ഫ പ്രവേശിക്കുക, ഫർജിൽ പ്രവേശിക്കുക എന്നാണ്. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലിംഗത്തിൽ നിന്ന്
മാർക്കം ചെയ്യുന്ന സമയത്ത്, ചേലാക്രമം ചെയ്യുന്ന സമയത്ത് മുറിക്കപ്പെട്ടു പോകുന്ന ഒരു തൊലി ഉണ്ടല്ലോ, ആ തൊലി മുറിഞ്ഞതിൻ്റെ ആ തൊലിയുടെ താഴ്ഭാഗത്തുള്ള സ്ഥലം, അതായത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണല്ലോ മുസ്ലിം പുരുഷന്മാർ, അവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം, ആ തൊലിയില്ലാത്ത ഭാഗം, അതാണ് ഹഷ്ഫ. അത് പ്രവേശിക്കുക, ഫർജിൽ പ്രവേശിക്കുക. ഫർജ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം ദ്വാരം എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ വിടവ്, ദ്വാരം എന്നൊക്കെയാണ്. വലൗകാന അഹദുഹുമ മുൻഫസിലൻ, ഈ പറയപ്പെടുന്ന പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം, അതേപോലെ തന്നെ ഫർജ്, ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടാലൊന്ന് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതാണെങ്കിലും വേണ്ടില്ല. അപ്പം ഈ പറയപ്പെടുന്ന ഏതോ ഒരു വ്യക്തിയുടേത് പ്രവേശിക്കുന്ന ഹഷ്ഫ അല്ലെങ്കിൽ പ്രവേശിക്കപ്പെടുന്ന ഫർജ്, അത് ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിയുടെ ശരീരത്തോട് ഒട്ടിയതല്ല, അതിൽ നിന്ന് പിരിഞ്ഞു പോന്നതാണ്. അപ്പോൾ പുറത്ത് ആയി കിടക്കുന്നതാ, പുറത്ത് മുറിഞ്ഞു കിടക്കുന്നതാണ് എന്ന്, അതാണ് പ്രവേശിച്ചത്, അല്ലെങ്കിൽ അതിലാണ് പ്രവേശിച്ചത്. എന്നാലും ഔലി ബഹീമത്തിൻ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒന്ന് ബഹീമത്തിൻ്റേതാണെങ്കിലും, ഏതെങ്കിലും ഒന്ന് ഹഷ്ഫയോ അല്ലെങ്കിൽ ഫർജോ, ബഹീമത്ത് പറഞ്ഞാൽ നാൽക്കാലി, അപ്പോൾ നാൽക്കാലിയുടേതാണ്. ഔ മയ്യത്തിൻ, അല്ലെങ്കിൽ മയ്യത്തിൻ്റേതാണെങ്കിലും വേണ്ടില്ല, ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒന്ന്. ലാക്കിൻ പക്ഷേ ലാ ഗുസ്ല അല സാഹിബിൽ മുൻഫസിലി, മുൻഫസിലാണ്, പിരിഞ്ഞു കിടന്ന അവയവമാണ്, ആ അവയവമാണ് പ്രവേശനം ഉണ്ടായത്, അല്ലെങ്കിൽ ആ അവയവത്തിലാണ് പ്രവേശനം ഉണ്ടായത് എങ്കിൽ ആ അവയവത്തിൻ്റെ ഉടമ വ്യക്തി ആരാണോ അയാൾ കുളിക്കേണ്ട ആവശ്യമില്ല. ഒരു പുരുഷലിംഗം പുറത്ത് കിടന്നു, എവിടെയോ കിടന്നു, അത് ഒരു സ്ത്രീയുടെ ഫർജിൽ പ്രവേശിച്ചു എങ്കിൽ ഈ പുരുഷൻ, ഈ ലിംഗത്തിൻ്റെ ആളാരാണോ അയാൾ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എവിടെയാ, ഏത് ഫർജിൽ പ്രവേശിച്ചോ ആ വ്യക്തിയാണ് കുളിക്കേണ്ടത്. വല ആരൽ മയ്യത്തി, അതേപോലെ തന്നെ മയ്യത്തിൻ്റെ മേലും കുളി നിർബന്ധമൊന്നുമില്ല. ഒരു മയ്യത്തിൻ്റെ ലിംഗം അല്ലെങ്കിൽ മയ്യത്തിൻ്റെ ഫർജ്, അതിലാണ് പ്രവേശനമുണ്ടായത്, അങ്ങനെയാണ് എങ്കിൽ അവിടെ മയ്യത്തിന് എന്തൊന്നുമില്ല, കുളി നിർബന്ധമൊന്നുമില്ല അതിൻ്റെ പേരിൽ. മയ്യത്ത് മരിച്ചതിൻ്റെ പേരിലൊരു കുളിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വേറെ കുളിയൊന്നുമില്ല. വലൗകാന ദുഹൂലുഹ, ഈ പറയപ്പെടുന്ന ഹഷ്ഫയുടെ പ്രവേശനം ആണെങ്കിലും ശരി, ഫി ദുബുരിൻ, ദുബുറിലാണെങ്കിലും ശരിയെന്ന്, മലദ്വാരത്തിലാണെങ്കിലും ശരിയെന്ന്. സദാചാരപരമായിട്ട് സാധാരണ ഉള്ളത് ഭർത്താവിൻ്റെ ഹഷ്ഫ ഭാര്യയുടെ ഫർജിൽ പ്രവേശിക്കൽ എന്നതാണല്ലോ. അതിന് വിരുദ്ധമായിട്ട്, പ്രകൃതി വിരുദ്ധമായി നടന്ന രൂപങ്ങളാണെങ്കിലും ശരി കുളി നിർബന്ധമാകും. ഔ ബി ഹായിലിൻ, അല്ലെങ്കിൽ മറയോടുകൂടെയാണെങ്കിലും ശരി, എന്തോ മറയുണ്ടായിരുന്നു, മറയില്ലാതെയല്ല. ഔ ബി സഹുവിൻ, അല്ലെങ്കിൽ മറവിയോടുകൂടെയാണെങ്കിലും ശരി. ഔ ബി ഇക്റാഹിൻ, അല്ലെങ്കിൽ നിർബന്ധത്തോടു കൂടെയാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ ഇയാൾ സ്വയേഷ്ടപ്രകാരമല്ല. ഔ ബിലാ ഷഹ്വത്തിൻ, അല്ലെങ്കിൽ വികാരമില്ലാതെയാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, ഈ വിഷയമുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് എന്നതാണ് മസല. അപ്പോൾ കുളി മുറിയുന്ന, അല്ല കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ.